വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയിലെ സാരഥി ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെയാണ് ആദ്യമായിട്ട് നമ്മൾ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ്സ് വെൽക്കം നാദർ ഷാ. നമസ്കാരം, ഒരുപാട് സന്തോഷമുണ്ട്. വൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുന്ന സിനിമ ഈ ഫെബ്രുവരി 23 റിലീസ് ചെയ്യപ്പെടുകയാണ്. ഒരുപാട് സന്തോഷം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാഫിക്കാട് സ്ക്രിപ്റ്റിൽ ഒരു സിനിമ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു. കാരണം ഒരുപാട് ഹിറ്റുകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് റാഫിക്ക. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിലൊരു സിനിമ എന്ന് പറയുന്ന സ്വപ്നമായിരുന്നു, അത് സാക്ഷാത്കരിച്ചു. അദ്ദേഹത്തിൻ്റെ പുത്രൻ തന്നെ അതിൽ നായകനായി. മുബിൻ റാഫി ഒരു പുതിയ നായകനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിലും എല്ലാ സിനിമകളും, നമ്മളുടെ ടീമിൻ്റെയൊക്കെ എല്ലാ സിനിമകളും വിജയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് എൻ്റെ സഹോദരങ്ങൾ, അശോകൻ ചേട്ടനും വിഷ്ണു, കോട്ടൻ നസീർ തുടങ്ങി ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. സിനിമയിലില്ലെങ്കിലും നമുക്ക് വേണ്ടി വന്ന നമിത പ്രമോദ്, ദിലീപ് പിന്നെ നമ്മുടെ കുടുംബത്തിലെ ആളാണ്. നമ്മൾ അതിനെപ്പറ്റി വേറെ പറയേണ്ട കാര്യമില്ല. ആ മംഗളകർമ്മത്തിലേക്ക് കിടക്കുന്നു. ആദ്യത്തെ ആ സോങ് ഇന്ന് ഇവിടെ റിലീസ് ചെയ്യുകയാണ്. ഈ സിനിമയിൽ 5 ഗാനങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ ഗാനം ഇന്ന് ഇവിടെ റിലീസ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ LED വാൾഡ് കാണാവുന്നതാണ്. വൺസ് അപ്പോൺ എ ടൈം കൊച്ചി. നമ്മുടെ കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന സിനിമയിലൂടെ വിഷ്ണു നായകനായിട്ട് വന്നു. ഇപ്പോൾ പുതിയ നായകൻ മുബീൻ വന്നിരിക്കുകയാണ്. ദിലീപ് ഒരു 2 വാക്ക് സംസാരിച്ചിട്ട് ബാക്കി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ലോഞ്ച്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ. നമ്മളാരും ഞാനും നമിതയൊന്നും ഈ സിനിമയിലില്ല, പക്ഷേ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് ഒരുക്കുന്നൊരു സിനിമ തന്നെയാണ്. നാദർഷയാണെങ്കിലും റാഫിയാണെങ്കിലും തമ്മിലുള്ള ബന്ധമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ റാഫിയുടെ ഒരുപാട് ഹിറ്റ് സിനിമകളിൽ എനിക്ക് അഭിനയിക്കാൻ അവസരമുണ്ടായി. അതുപോലെ തന്നെ ഒരുപാട് കാലത്ത് സൗഹൃദമുണ്ട് ഞാൻ നാദർഷയും തമ്മിൽ. പക്ഷേ നാദർഷയുടെ സിനിമയിൽ കേശു വീടിൻ്റെ നാഥൻ എന്ന സിനിമയിലാണ് അഭിനയിച്ചത്. ഇന്ന് റാഫിയുടെ മകൻ ഞാൻ ചെറുപ്പം മുതൽ കാണുന്നതാണ്. ആള് വല്ലാണ്ട് വളർന്നു. അങ്ങനെ നായകനായിട്ട് മലയാള സിനിമയിലേക്ക് വന്നിരിക്കുകയാണ്. വലിയ സന്തോഷം. പിന്നെ നാദർഷിനെ സംബന്ധിച്ച് ഏത് സിനിമയും കാരണം മനസ്സിൽ സംവിധായകനാവുക എന്നുള്ള മോഹത്തോടു കൂടി തന്നെയാണ് ഞാനത് ഈ അടുത്ത കാലത്താണ് അറിഞ്ഞത്. ഈ സിനിമ സംവിധാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത്രയും ശക്തമായിട്ടുള്ള ഒരു ഗംഭീര വരവ് ആദ്യം എന്നെ വെച്ച് പ്ലാൻ ചെയ്ത ആളാണ്. അപ്പം ഞാൻ സംവിധാനം പഠിച്ചിട്ട് വരാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നാദർഷ എല്ലാവർക്കും അറിയാം. പൃഥ്വിനെയും ജയസൂര്യ, ഇന്ദ്രജിത്ത്, ആസിഫ് അലി എല്ലാവരെയും വെച്ചിട്ട് നമിത, അങ്ങനെ ഞാൻ കാര്യങ്ങൾ മനസ്സിലായി. ഇവൻ 2 കൽപ്പിച്ചിട്ടുള്ള വരവാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ എന്തായാലും ജയിച്ച് അടങ്ങുള്ളൂ എന്നുള്ളൊരു രീതി ഉള്ളതുകൊണ്ട് അപ്പം ഞാൻ നാദർഷത്തോട് ഞാൻ ആ സിനിമ നിർമ്മിച്ചോട്ടെ എന്ന് ചോദിച്ചു. കാരണം എന്തായാലും ആ സിനിമ ഇവൻ വിജയിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ എനിക്ക് അതിൻ്റെ നിർമ്മാണം എൻ്റെ ഒരു സുഹൃത്തായ ആൽവിൻ ആൻ്റണി കൊണ്ടുപോയി. പിന്നെ എല്ലാം നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ആയതുകൊണ്ട് നമ്മളത് ക്ഷമിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു. കട്ടപ്പനയിലെ ഋതിക് റോഷൻ ആ സിനിമ നിർമ്മിക്കാൻ അവസരമുണ്ടായി. അങ്ങനെ വിഷ്ണു വന്നു. ഇന്ന് ഈ സിനിമയുടെ നിർമ്മാതാവായിട്ട് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളെയാണ് അവൻ്റെ നിർമ്മാതാവായിട്ട് കിട്ടിയിരിക്കുന്നത്. അല്ല നിക്കർ കേട്ടാ അല്ല, സാറിങ്ങനെ നിക്കറിട്ട് വന്നപ്പോൾ എനിക്കൊരു കാര്യത്തിൽ ആശ്വാസമുണ്ട്. സാധാരണ ഒരു സംവിധായകൻ സംവിധാനം ചെയ്ത നിർമ്മാതാവിൻ്റെ കളസം കീറി എന്ന് സാധാരണ പറയാറുണ്ട്. ഇത് കളസം കീറിയിട്ടില്ല എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. പാൻറ് ഊരിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ആദ്യം വിചാരിച്ചത് ചെറുപ്പത്തിൽ പാൻറ് ഇട്ടിട്ട് നനച്ചപ്പോൾ എന്തായാലും നിങ്ങളുടെ സിനിമ ഗംഭീരമാവട്ടെ.
വലിയ രീതിയിൽ വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കാരണം ഓരോ സിനിമയുടെ വിജയവും മലയാള സിനിമയുടെ തന്നെ വലിയ വിജയം തന്നെയാണ്. നിങ്ങളെല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഓഡിയോ ലോഞ്ച് അല്ലേ നമ്മൾ ഈ പാട്ട് റിലീസായിട്ട് അറിയിക്കുന്നു. എല്ലാവർക്കും ഐശ്വര്യവും നന്മകളും നേരുന്നു. അതുപോലെ നമ്മുടെ ഒരു സിനിമ വരുന്നുണ്ട്, പറഞ്ഞോട്ടെ, തങ്കമണി എന്ന് പറഞ്ഞ സിനിമയാണ്. ഒന്ന് വരണം, അതിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾ പുറകെ വരാം. വലിയ സന്തോഷം ഞാൻ കൊടുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് വൺസ് അപ്പോൺ എ ടൈമിൽ കൊച്ചിയിൽ വന്ന് ഈ ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷന് വരാൻ സാധിച്ചത്. കുറച്ച് നാൾക്ക് മുന്നേ, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പൂജാ ഫംഗ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ ഞങ്ങൾ എല്ലാവരും ഈഗറായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ സിനിമ കാണാനും ഇതിൻ്റെ പാട്ടുകൾ കാണാനും. കാരണം ഇവരെല്ലാവരും എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടവരാണ്. ഈ സിനിമയിലെ എല്ലാ ടെക്നീഷ്യൻസിനും, നാദർഷിക്കും റാഫിക്കും ഇതിലെ എല്ലാ ടെക്നിക്കൽ ക്രൂ മെമ്പേഴ്സിനും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ആൻഡ് മൂവി ലെറ്റ് ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ. ദേവിക, മാൾവിക, ചേച്ചി, എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഇതൊരു അടിപൊളി സിനിമയാവട്ടെ, ഹിറ്റാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട സിനിമയാണ്. താങ്ക് യു. അപ്പോൾ നമുക്കിനി ഹിഷാം മ്യൂസിക് ചെയ്ത് നമ്മുടെ സുഹൈൽ കോയ എഴുതിയ ഈ ഗാനം ഒന്ന് കാണാം. ഇതാണ് ഇന്ന് റിലീസ് ചെയ്യപ്പെടുന്ന ഗാനം. നമസ്കാരം എല്ലാവർക്കും. ഇങ്ങനൊരു അവസരം തന്ന നാദർഷിക, ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, ഇതിൻ്റെ ആക്ടേഴ്സ്, ടെക്നീഷ്യൻസ് എല്ലാവർക്കും എൻ്റെ നന്ദി. ഇവിടെ വിഷയിക്കാനായിട്ട് വന്ന ദിലീപേട്ടൻ, നന്ദ പ്രമോദ്, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പാട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആദ്യം മുതൽ ഞങ്ങൾ കമ്പോസിഷൻ സമയത്ത് ഇരിക്കുമ്പോഴേ നാദർഷിക പഴയ മാപ്പിള പാട്ടുകളിൽ സ്റ്റേജിൽ പാടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടവും അതിൻ്റെ മെമ്മറീസൊക്കെ കുറേ പറഞ്ഞു. നമുക്ക് പാടാൻ പറ്റുന്നൊരു പാട്ട്, നമുക്ക് സ്റ്റേജിലൊക്കെ പാടാൻ പറ്റുന്ന, എല്ലാവർക്കും ഉത്സവം മുമ്പുള്ളൊരു പാട്ട്, അതാണ് അതിൽ തന്ന ഒരു ഫീസ്. അപ്പോൾ ഞങ്ങൾ അതിൽ നാദർഷിക എസ്പെഷ്യലി ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മാപ്പിള ഗാനങ്ങളുടെ വരികൾ ഇതിനിടയ്ക്ക് ചേർത്തിട്ടുണ്ട്. അപ്പം അതേ ടൂണിൽ തന്നെ ആ ഏരിയ ഫീൽ കിട്ടുന്ന അതേ ഫീൽ ഉണർത്തുന്ന രീതിയിൽ ഹിഷാമാൻ്റെ ഒരു കമ്പോസിഷൻ കൊണ്ടുവന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഹിഷാമാൻ്റെ ഫൈനലി കുറേ ഞങ്ങൾ പല വോയിസ് ആലോചിച്ചിട്ട് ഞാൻ ഫൈനലി പറഞ്ഞു ഹിഷാമിന് പറഞ്ഞാൽ എൻ്റെ ഇവൻ പാടി ട്രാക്ക് ഭയങ്കരമായിട്ട് ചെവിക്കിടുന്നു, അത് ഭയങ്കരമായിട്ട് ലൈക്കബിൾ ആയിട്ട് പിന്നെ വേറെ വോയിസ് ഒന്നും ചിന്തിച്ചിട്ട് അങ്ങനെ വരുന്നില്ല. അങ്ങനെയാണ് ഫൈനലി ഹിഷാമിൻ്റെ ഞാൻ തന്നെ പാടുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ നന്ദി, നമസ്കാരം. ആദ്യമായിട്ട് വേദിയിലിരിക്കുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി. ഈ ഒരു ഫംഗ്ഷൻ എല്ലാവരും എത്തിച്ചേർന്നതിന് ഒരുപാട് സന്തോഷം. നാദർഷാക്കിനോടൊപ്പം ഈ സിനിമയിൽ ഞാൻ പലതവണ അവസരം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടുകൂടി തന്നെയാണ് ഈ സിനിമയിൽ ഞാൻ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. ദേവിക, നമ്മുടെ നടൻ, എല്ലാവർക്കും ഒരുപാട് സന്തോഷം. അതിൻ്റെ സ്കോർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഹൈബി എന്ന് വിളിച്ചപ്പോൾ ഹൈബിയാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ. ദിലീപേട്ട, ഓഫീസർ, എല്ലാം ഒരുപാട് സന്തോഷം ഈ വേദി സ്റ്റേജ് ഷെയർ ചെയ്ത്. അതുപോലെ ഈ പാട്ടിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. എൻ്റെ ടീം മെമ്പേഴ്സിനോടും എൻ്റെ വൈഫിനോടും അതുപോലെ സുഹൈൽ, നമ്മൾ ഒരുപാട് ദിവസം ഇരുന്നാണ് ഇതിൻ്റെ വരികളെ ചിട്ടപ്പെടുത്തിയത്. താങ്ക് യു നാദർഷാക്ക ഫോർ യുവർ ഹ്യൂജ് സപ്പോർട്ട്. അതുപോലെ ഇതിൽ പാടിയിട്ടുള്ള അനസ്, അപ്പോൾ അനസിന് അങ്ങനെ ഈ സിനിമയിൽ നാദർഷാക്ക തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ അനസിൽ ഇതിൽ പാടിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് മ്യൂസീഷ്യൻസ് ഈ പാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിലുടനീളം. താങ്ക് യു ഓൾ ഫോർ ദ സപ്പോർട്ട്. എല്ലാവരും ഈ പാട്ട് ഇനി യൂട്യൂബിൽ അവൈലബിൾ ആണ്. എല്ലാവരും അത് കേട്ട് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു. ഒരുപാട് സന്തോഷം. കാരണം നമ്മളെല്ലാം ഗാനമേള സിംഗേഴ്സാണ്. സാധാരണഗതിയിൽ ഒരു സിനിമയിലെ എൻ്റെ സിനിമകളിലെ പാട്ടുകൾ ഞാൻ ആഗ്രഹിക്കുന്നത് വീണ്ടും സിനിമ കഴിഞ്ഞ പിന്നെ ഗാനമേളയ്ക്ക് പാടാൻ വേണ്ടിയിട്ടുള്ള, കാരണം നമ്മൾ വീണ്ടും ഗാനമേളയ്ക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഗാനമേളയ്ക്ക് പാടാൻ പറ്റുന്ന തരത്തിലുള്ള പാട്ടാണ്. അത് തന്നെയാണ് ഞാൻ ആവശ്യപ്പെട്ടുള്ളത് ഹിഷാമിൻ്റെ അടുത്ത്. ഏതായാലും സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ നമ്മുടെ പരിപാടി സപ്പോർട്ട് ചെയ്യാൻ വന്നതിലും 2 തവണ പാട്ടുണ്ടെങ്കിലും പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കാൻ എനിക്ക് അവസരം ഉണ്ടായത് എൻ്റെ വാച്ച് കാരണം തന്നെയാണ്. അതുകൊണ്ട് ആദ്യം വാച്ച് എന്ന് പറയുന്നത്. പിന്നെ താമസിക്കാൻ എന്നെ വെച്ചൊരു പടം ചെയ്യാൻ ഡയറക്റ്റ് ചെയ്യാൻ കാണിച്ച ധൈര്യത്തിൽ ഒരുപാട്
കലുണ്ടു സർ, താങ്ക് യു. എന്നാണ് ഈ പ്രോജക്റ്റ് കോർഡിനേറ്റ് ചെയ്ത് ഇത് ഇപ്പോൾ ഇവിടെ വരെ എത്തിച്ച് തിയേറ്ററിൽ എത്തിക്കാൻ പോണത്. സൈലക്സിനും ഒരുപാട് താങ്ക്സ്. ഇതിൽ വർക്ക് ചെയ്ത ഷാജേട്ടൻ ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്ത പടത്തിൽ ഷാജേട്ടനായിട്ട് ക്യാമറ. ഭയങ്കര സന്തോഷം ഈ പടത്തിലും ഷാജേട്ടൻ തന്നെ ക്യാമറ ആയത്. ഷാജേട്ടൻ കാണാൻ പിന്നെ നമ്മുടെ ബാക്കിയുള്ള കാസ്റ്റ് ദേവിക, അർജുൻ, ദേവികയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. എല്ലാവർക്കും നന്ദി. പിന്നെ നമിത, ദിലീപേട്ടൻ, എല്ലാവരും ഇവിടെ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. പിന്നെ ഈ സിനിമ ഫെബ്രുവരി 23 ഇറങ്ങും. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയത് കാണണം. നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി തന്നെ ഇവിടെ എല്ലാവരും വന്നതിന് ഒരുപാട് വലിയ താങ്ക് യു. എല്ലാവർക്കും പാട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായോ? ഇഷ്ടമായതിന്റെ കയ്യടിയാണ് വരുന്നത് അല്ലേ? താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. അതേപോലെ തന്നെ മുബിൻ ചേട്ടൻ താങ്ക്സ് പറഞ്ഞ എല്ലാവരോടും ഞാനും താങ്ക്സ് പറയുകയാണ്. പിന്നെ പടം ഫെബ്രുവരി 23 റിലീസ്. എല്ലാവരുടെയും പ്രേയേഴ്സും സപ്പോർട്ടും കൂടെ ഉണ്ടാവണം. അത്രയും. താങ്ക് യു സോ മച്ച്. നമസ്കാരം. സന്തോഷം ഇങ്ങനെ ഇവന്റിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ. കാരണം പണ്ട് തുടങ്ങി അറിയുന്ന ആൾക്കാരാണ് എല്ലാവരും. ആദർശിക്കായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. റാഫി സാറ് ട്രൂലി ഒരു ലെജൻഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൽ തന്നെ മുബിന് ആദ്യമായിട്ടൊരു സിനിമ ചെയ്യാൻ സാധിക്കുന്നതും വലിയ സന്തോഷമുള്ള കാര്യമാണ്. മുബിനെ കുറിച്ച് ഞാൻ എടുത്തു പറയാം. കാരണം ഈ സച്ച് എ സ്വീറ്റ് ഹാർട്ട്. അദ്ദേഹം വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരാണ്. മുബിനോട് ഞാൻ പടം തുടങ്ങുന്നതിന് പറഞ്ഞു, എടാ ആദർശിക്ക വെച്ച് തുടങ്ങിയതൊന്നും മോശമാവാറില്ല എന്ന് പറഞ്ഞു. ശരിയല്ലേ? നാഷിപ്പ് ഒരുപാട് പേര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഐശ്വര്യം മുബിനും ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. പാട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തായാലും മലയാള സിനിമയിലെ പല ചോക്ലേറ്റ് നായകന്മാർക്ക് ഒരു വെല്ലുവിളിയാകാൻ മുബിന് സാധിക്കട്ടെ. അതിലെണ്ണപ്പെടുത്തരുത്. ഞാൻ വേറൊരു ക്യാറ്റഗറിയാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ സിനിമ ഗംഭീരമാവട്ടെ. എല്ലാവിധ പ്രാർത്ഥനയും എല്ലാവിധ ആശംസകളും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. അതിൽ കുറച്ചൊക്കെ മോശം സിനിമകളാണ്. പക്ഷേ കുറേയൊക്കെ നല്ല സിനിമകളും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ സ്നേഹം എനിക്ക് നിങ്ങൾ 10-30 വർഷമായിട്ട് തരുന്നുണ്ട്. ഈ കാലയളവിൽ ഒരു കാര്യവും ഞാൻ തിരിച്ച് ഇങ്ങോട്ട് ആരോടും ആവശ്യപ്പെട്ടില്ല. പക്ഷേ ഈ സമയത്ത് എനിക്ക് ആവശ്യപ്പെടേണ്ട ഒരു സന്ദർഭമാണ്. കാര്യം അടുത്ത തലമുറ ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബത്തിലെ വീടല്ല, സിനിമാ കുടുംബത്തിൽ നിന്ന് ഒരാൾ കൂടി ഈ രംഗത്തേക്ക് വരികയാണ്. നാളിതുവരെ ഞങ്ങൾക്ക് തന്ന പ്രോത്സാഹനവും സ്നേഹവും ഈ പുതിയ തലമുറയ്ക്കും നൽകണമെന്ന് ഞാൻ എല്ലാവരും അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഈ സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. ഇത് കീറി മുറിച്ച് പരിശോധിക്കപ്പെടേണ്ട ഒരു സിനിമയല്ല. ഇത് കുറേ ചെറുപ്പക്കാരുടെ ഒരു പ്രത്യേക സമയത്ത് അവർക്കുണ്ടാവുന്ന ചില പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരവും മാത്രമാണ് ഈ സിനിമ. പക്ഷേ ഇതിൻ്റെ വിധി പറയുന്നത് നോക്കിയിരിക്കാതെ ഇതിനെ കീറി മുറിച്ച് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയുന്നത് അതൊന്നും നോക്കിയിരിക്കാതെ ഒരു തവണ ഈ സിനിമ നിങ്ങൾ കണ്ട് ഈ പുതിയ തലമുറയെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആശംസ അറിയിക്കാൻ വേണ്ടി മാത്രം വന്നതല്ലോ. ഈ ചിത്രത്തിൻ്റെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിൻ എന്ന് പറഞ്ഞ മൂവിയിലെ ഒരു ഭാഗമാണ് ഒരു ക്യാരക്ടർ ചെയ്ത്. കുറച്ച് കാലമായിട്ട് എന്താ പറയുക, നാദർഷിക്കയുടെ മൂവീസ് വന്നിട്ട് ഇങ്ങനെ വരും തട്ടിമാഞ്ഞു പോവും എന്നുള്ളൊരു ഇതായിരുന്നു. ഫൈനലി ഐ വാസ് ഏബിൾ ടു ഡു ഇറ്റ്. അപ്പോൾ ഒരു ക്യാരക്ടർ ഇതിൽ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് റാഫി സാറിൻ്റെ സ്ക്രിപ്റ്റിങ്ങിൽ ഈ പറഞ്ഞ പോലെ എല്ലാം കൂടി ഒരു സന്തോഷം നൽകിയൊരു ഫിലിമാണ്. അപ്പോൾ ഓൾറെഡി എല്ലാവരും മൂവിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ്സ് എ ഫൺ ത്രില്ലർ. അപ്പോൾ Feb 23 റിലീസ് ആവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ OTT-ലേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാതെ ഇറങ്ങുമ്പോൾ തന്നെ ചെന്ന് കാണുക.